ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് എന്തായിരുന്നു അവിടെ പറയുന്നത്? ഒരു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഇത് എക്സാക്റ്റ് ആണോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും, ശരിയല്ലേ? എക്സാക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരുന്നു? ഇൻ്റഗ്രൽ അല്ലേ, ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എൻ മൊത്തത്തിലില്ല, ടേംസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് അല്ലേ, എക്സ് ഇല്ലാത്ത ടേംസ് ഓഫ് വൈ ഡി വൈ ഈക്വൽ ടു സി. അപ്പം ഇത് നമ്മൾ പഠിച്ചു, ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം, ശരിയാണല്ലോ. എക്സാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതും എക്സാക്റ്റ് ആണെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന കാര്യവും നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഇന്നൊരു പ്രോബ്ലം കൺസിഡർ ചെയ്യൂ. കൺസിഡർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മൈനസ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യണം. ഇവിടുത്തെ എം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടുത്തെ എം എന്ന് പറയുന്നത് മൈനസ് വൈ ആണ്. എൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഈ പഠിച്ച രീതിക്കാണെങ്കിൽ നമ്മൾ ഉടനെ ഇത് എക്സാക്റ്റ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും, ശരിയല്ലേ? അപ്പോൾ നമ്മൾ എക്സാക്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. അപ്പം നമ്മൾ ഡോ എം ബൈ ഡോ വൈ കണ്ടുപിടിക്കും. അപ്പം ഡോ എം ബൈ ഡോ വൈ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? -1 കിട്ടും. ഡോ എൻ ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ക്ലിയർലി ഇതെന്താണ്? ഇത് എക്സാക്റ്റ് അല്ല, ശരിയല്ലോ? ഇത് എക്സാക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഏത്? ഈ ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ടേംസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഡി വൈ ഈക്വൽ ടു സി എന്ന് പറയുന്ന ഈ മെത്തേഡിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഴിയില്ല, ശരിയാണല്ലോ? നിങ്ങളൊരു കാര്യം ഒബ്സർവ് ചെയ്യുക. നിലവിൽ ഇത് എക്സാക്റ്റ് അല്ല. ഞാനൊരു കാര്യം ചെയ്യാണ്, ഇതിനെ 1/x² എന്ന് പറയുന്ന ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ആരെ? നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ. നമുക്കറിയാം ഇതൊരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, നമുക്കറിയാം. നമ്മൾ ഇതിനെ 1/x² കൊണ്ട് ഗുണിക്കാൻ പോവാണ്. അപ്പം എന്ത് മാറ്റം സംഭവിക്കും? -y/x² dx പ്ലസ് x/x². ഈ x/x² അങ്ങനെ തന്നെ എഴുതാം. x/x² dy ഈക്വൽ ടു 0യെ ഗുണിക്കുന്നതുകൊണ്ട് തന്നെ അത് എന്ത് തന്നെ വരത്തുള്ളൂ? 0 തന്നെ വരത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം സോ വിച്ച് ഈസ് ഈക്വൽ ടു -y/x² dx പ്ലസ് 1/x dy ഈക്വൽ ടു 0. ശരിയാണല്ലോ? ഇതൊരു പുതിയൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലോ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് എക്സാക്റ്റ് ആണോ എന്നൊന്ന് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ഇത് എക്സാക്റ്റ് ആണോ നോക്കുമ്പോഴേക്കും നമ്മൾ എന്ത് എഴുതുക? ഇവിടുത്തെ എം ഏതാണെന്ന് നോക്കുക. ഇവിടുത്തെ എം എന്ന് വെച്ചാൽ ആരാണ്? -y/x². ശരിയാണല്ലോ? ഇനി നെക്സ്റ്റ് ഇവിടുത്തെ എൻ ആരാണെന്ന് നോക്കുക. ഇവിടുത്തെ എൻ ആരാണ്? n ഈക്വൽ ടു 1/x. നമ്മൾ ഡോ എം ബൈ ഡോ വൈ കണ്ടുപിടിക്കുന്നു. എന്ത് വരും? ഇവിടെ ഡോ എം ബൈ ഡോ വൈ കണ്ടുപിടിച്ചാൽ എന്താ വരാൻ പോണത്? -1/x² ആയിരിക്കുമല്ലോ വരാൻ പോണത്, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുത്തു കഴിഞ്ഞാൽ. സോ നമുക്ക് -1/x² കിട്ടും. ഇനി ഡോ എൻ ബൈ ഡോ എക്സ് എടുത്താൽ എന്ത് കിട്ടും? 1/xന്റെ ഡെറിവേറ്റീവ് എന്താണ്? -1/x². അപ്പൊ ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് എന്ന് പറയുന്നത് ഒരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് ഉണ്ടല്ലോ, ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ്, ആ ഒരു ഫോമിൽ നമുക്കിതിനെ നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ സ്റ്റെപ്സ്, ഇനിയുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ അല്ലേ? ഇനിയുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് അറിയാം. ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ടേംസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും y/x ഈക്വൽ ടു c. ഓക്കെ, ഇതായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് ആക്ച്വലി? അപ്പം ഇതാണ് നമ്മുടെ ആക്ച്വൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ഇതിൻ്റെ സൊല്യൂഷൻ ഇതിന് കാരണം എന്താ വ്യത്യാസം? സെയിം ഇക്വേഷൻ, അതിനൊരു 1/x² കൊണ്ട് ഗുണിച്ചത് മാത്രമേ ഉള്ളൂ. എല്ലാ ടേമിനും ഒരേപോലെ നമ്മൾ ഗുണിക്കുകയും ചെയ്തു. അപ്പം എക്സാക്റ്റ് അല്ലായിരുന്നു നമുക്ക് തന്നിരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? 1/x² എന്ന് പറയുന്ന ഈ ഒരു ടേം കൊണ്ട് ഗുണിച്ചപ്പോൾ
എക്സാക്ട് അല്ലാതിരുന്ന നോൺ എക്സാക്ട് ആയിരുന്ന ഒരു ഇക്വേഷൻ എന്ത് ഇക്വേഷനായി മാറി? എക്സാക്ട് ഇക്വേഷനായി മാറി. ശരിയല്ലേ? അതായത് തിയറട്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു നമ്മൾ എഴുതുന്ന എം എന്നൊക്കെയാണല്ലോ. അപ്പം എം നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0. ഇത് എക്സാക്ട് അല്ലായിരുന്നു. പക്ഷേ നമ്മൾ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊണ്ട് അതിനെ ഗുണിച്ചപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ എഫ് എന്ന് പറയുന്ന ആരായിരുന്നു? 1/x². അപ്പം നമ്മൾ അയാളെ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊണ്ട് ഗുണിച്ചപ്പോൾ അതെന്തായി തീർന്നു? എക്സാക്റ്റ് ആയി തീർന്നു. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്ന ആൾക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ശരിയല്ലേ? ആ എഫ് എന്ന് പറയുന്ന ടേമിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഓക്കെ, ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഈ വേറൊരു രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കണ്ടു 1/x² എന്ന് പറയുന്ന ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്. നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏതായിരുന്നു? -y/dx പ്ലസ് x/dy ഈക്വൽ ടു 0 ആയിരുന്നല്ലോ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആദ്യത്തെ. ഇയാൾ എന്താണ്? നോൺ എക്സാക്റ്റ് ആണ്. ഇതിനെ 1/x² കൊണ്ട് ഗുണിച്ചാൽ മാത്രമല്ല ഇത് എക്സാക്റ്റ് ആയി തീരുന്നത്. നിങ്ങൾ പകരം ഒരു 1/y² കൊണ്ട് ഗുണിച്ചിരുന്നെങ്കിലും ഇതൊരു എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി തീർന്നേനെ. മനസ്സിലായോ? അല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയമായിട്ട് നിങ്ങൾ 1/xy കൊണ്ട് ഗുണിച്ച് നോക്കുക. അപ്പോഴും ഇതൊരു കിട്ടുന്ന പുതിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതുമാത്രമല്ല നിങ്ങൾ ഇതിനെ ഒരു 1/x² പ്ലസ് y² കൊണ്ട് ഗുണിച്ച് നോക്കുക. അപ്പോഴും കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സാക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് മനസ്സിലായി? ഈ ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ട്. ശരിയാണ്? ഓക്കെ, നിങ്ങൾ സംശയം എന്ത് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട് അല്ലാത്ത ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ എങ്ങനെ എക്സാക്റ്റ് ആക്കി മാറ്റാം. ഇപ്പൊ 1/x² എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇത് എങ്ങനെ കിട്ടിയെന്നോ എവിടുന്ന് വന്നോ എന്നും നമുക്ക് അറിയത്തില്ല നിലവിൽ. ശരിയല്ലേ? അല്ലെങ്കിൽ 1/y² എക്സാക്ട് ആണെന്ന് ഗുണിച്ചാൽ അത് എക്സാക്റ്റ് ആയി മാറും. സോ 1/y² ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ആണെന്ന് പറയുന്നു, 1/xy ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ 1/x² പ്ലസ് y² ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ആണെന്ന് പറയുന്നു. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഏറ്റവും ലളിതമായി പറയാം, നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ഒരു സിമ്പിളായി ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലീസ്റ്റായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലേ? ഇതാണ് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ. നമ്മൾ മൊത്തത്തിൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പഠിക്കുന്നത് ഈ ഒറ്റ ചോദ്യമാണ്, എങ്ങനെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാം. എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഒറ്റ മെത്തേഡ് മതിയായിരുന്നെങ്കിൽ പിന്നെ വളരെ സൗകര്യമായിരുന്നു. പക്ഷെ അങ്ങനെ സാധിക്കത്തില്ല. എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഒരേപോലെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഓരോ ക്ലാസസ് ഓഫ് ഇക്വേഷനെയും സോൾവ് ചെയ്യാൻ നമ്മൾ ഓരോരോ മെത്തേഡ്സുകൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ചൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോണത്. അതിൽ ഒരെണ്ണം നമ്മൾ പഠിച്ചു. ഓക്കെ, വേരിയബിൾ സെപ്പറബിൾ നമ്മൾ പഠിച്ചു ഇതിനു മുമ്പ്, അതൊരു മെത്തേഡാണ്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പുതിയൊരു മെത്തേഡ് പഠിക്കുന്നു. എക്സാക്ട് അല്ലാത്ത ഡിഫറൻഷ്യൽ ഇക്വേഷനെ എങ്ങനെ എക്സാക്റ്റ് ആക്കി മാറ്റിക്കൊണ്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നതിൻ്റെ തീം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ 2 റൂൾസ് ആണ് പ്രധാനമായിട്ട് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, 2 റൂളുകളാണ് നിങ്ങൾക്ക് പഠിക്കുന്നത്. ആക്ച്വലി ഒരെണ്ണമല്ല, ഒരുപാട് ഇൻ്റഗ്രേറ്റീവ് ഫാക്ടറുകൾ മെത്തേഡ് കണ്ടുപിടിക്കാൻ ഉണ്ട്. എനിക്കൊന്ന് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ 7 or 8 മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആകെപ്പാട് 2 മെത്തേഡ് മാത്രമേ ഇന്ന് പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് അത് പഠിക്കാം. അപ്പം ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഇഫ് 1/n ഇൻറ്റു n എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എമ്മും എന്നും നിങ്ങൾക്ക് അറിയാം അല്ലേ? എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 ആണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നിങ്ങൾ 1/n ഇൻറ്റു ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുന്നു. ഇത് എന്ന് പറയുന്നത് ഇതൊരു ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ. ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനാണ്, ഡോ എൻ ബൈ ഡോ എക്സ് ഒരു ഫംഗ്ഷനാണ്. നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു, എന്നിട്ട് 1/n കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ കിട്ടുന്നത് എന്തായാലും ഒരു ഫംഗ്ഷൻ ആയിരിക്കും. സപ്പോസ് ഇത് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് എലോൺ ആണെന്ന് വിചാരിക്കുക. എക്സിൽ മാത്രമുള്ള ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. പോസിബിലിറ്റി എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻ ആകാം, അല്ലെങ്കിൽ വൈയിൽ മാത്രമുള്ള ഫംഗ്ഷൻ ആകാം, എക്സിൽ മാത്രമുള്ള ഫംഗ്ഷൻ. ഈ 3 പോസിബിലിറ്റിയിലുള്ളൂ. സപ്പോസ് ഇത് എക്സിൽ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇ റൈസ് ടു ഇൻ്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് ഇയാളായിരിക്കും നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൂഫ് ഒന്നും പഠിക്കുന്നില്ല, ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചാൽ മതി. എങ്കിൽ ഇ റൈസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്ന ആളായിരിക്കും നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് ഒന്നാമത്തെ റൂൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ റൂള്. ഓക്കെ, റൂൾ നമ്പർ 2. ഇത് രണ്ടേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇവിടെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇഫ് 1/m ഇൻറ്റു ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ, ഇത് എന്ന് പറയുന്നത് അല്ലെ, ഇവിടെ 3 പോസിബിലിറ്റി ആണുള്ളത്. ഫംഗ്ഷൻ ഓഫ് എക്സ് ആകാം, വൈ ആകാം, അല്ലെ എക്സ് വൈ ആകാം. ഇത് ഫംഗ്ഷൻ ഓഫ് വൈ എലോൺ ആണെന്നിരിക്കട്ടെ. ഓക്കെ, നമ്മൾ അതിനെ വിളിക്കാം എഫ് ഓഫ് വൈ എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇ റൈസ് ടു ഇൻ്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈ ഇയാളായിരിക്കും നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ 2 റൂളുകളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഡീപ്പായിട്ടത് മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ നമ്മുടെ പ്രോബ്ലം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് ഡി എക്സ് പ്ലസ് എക്സ് വൈ ഡി വൈ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലാണ്. നിങ്ങൾ സ്വാഭാവികമായിട്ട് ആദ്യം എന്തെഴുതും? എം എന്താണെന്ന് എഴുതും അല്ലേ. എം എന്ന് വെച്ചാൽ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ്. നിങ്ങൾ എൻ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് വൈ. സോ ഡോ എം ബൈ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഡോ എം ബൈ ഡോ വൈയും ഡോ എൻ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കും. സോ നമ്മൾ ഡോ എം ബൈ ഡോ വൈ കണ്ടുപിടിക്കും. അപ്പോൾ എന്ത് വരും? ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുത്താൽ 2y. ഡോ എൻ ബൈ ഡോ എക്സ് എടുത്തു, നമുക്ക് എന്ത് കിട്ടും? y. ഈക്വൽ ആണോ? അല്ല, ഇത് ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല, ഇതൊരു നോൺ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? എക്സാക്ട് അല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ അവരെ എക്സാക്ട് ആക്കി മാറ്റണം, ആണല്ലോ. അപ്പൊ നമുക്ക് 2 റൂളുകളാണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ റൂൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ റൂളിൽ പറയാൻ എന്താണ്? ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ഇൻറ്റു 1/n. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ്. എന്ത് വരും? 2y മൈനസ് വൈ, ദാറ്റ് ഈസ് വൈ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്ച്വലി ഇവിടെയും ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഒരു മൈനസിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. വേണമെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിന് -1/m ഇൻറ്റു ഈ ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് നിങ്ങൾക്ക് എഴുതാൻ കേട്ടോ. ഓക്കെ, അത് ഞാൻ നിങ്ങൾ പറഞ്ഞു പുസ്തകത്തിലൊക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ രണ്ടും ഒന്ന് തന്നെയാണ്. ആ ബ്രാക്കറ്റിനകത്ത് വന്നിരിക്കുന്ന 2 ടേമും ഒന്നാണ്. അപ്പം വ്യത്യാസം വരുന്നത് ഇവിടെ 1/n വന്നാൽ ഇവിടെ -1/m വരുമെന്നേ ഉള്ളൂ. ഒരു മൈനസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുന്നു. സോ നമുക്ക് അതെന്ത് കിട്ടും? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് y എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ 1/n കൊണ്ട് നിങ്ങൾ തന്നെ നോക്കിയേ, ഒറ്റ നോട്ടം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെ m കൊണ്ട് ഡിവൈഡ് ചെയ്യണോ n കൊണ്ട് ഡിവൈഡ് ചെയ്യണോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒറ്റ നോട്ടം തന്നെ മനസ്സിലാവും അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താ? അപ്പോൾ നമുക്ക് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊണ്ട് ഇതിനെ ഹരിക്കാം. എക്സ് വൈ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1/x കിട്ടും എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത്. 1/n ഇൻറ്റു ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ്. സോ അപ്പോൾ എന്ത് വരും? n എന്ന് വെച്ചാൽ എക്സ് വൈ. അപ്പം y ബൈ എക്സ് വൈ എന്ത് കിട്ടും? 1/x. നിങ്ങൾ നോക്കിക്കേ, ഇവർ പറഞ്ഞ പോലെയാണോ വന്നിരിക്കുന്നത്? അതെ, ഫംഗ്ഷൻ ഓഫ് എക്സ് എലോൺ അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ എന്ത് വരും? സോ നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റൈസ് ടു ഇൻ്റഗ്രൽ ഇയാളല്ലേ നമ്മുടെ എഫ് ഓഫ് എക്സ് 1/x dx. സോ എന്ത് വരും? ഇ റൈസ് ടു ലോഗ് എക്സ്. ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് വെച്ചാൽ എന്ത് തന്നെ വരും? എക്സ് എന്ന് നമുക്ക് കിട്ടും. ഇപ്പം നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടി. നമുക്കപ്പോൾ നോക്കാം, ഈ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നോൺ എക്സാക്ട് ആയിരുന്ന ആള് എക്സാക്ട് ആയി മാറുമോ എന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം, ഇതിന് എക്സ് കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്ത് വരും? നോക്കിയേ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിന് നമ്മൾ എക്സ് കൊണ്ട് ഗുണിക്കാൻ പോകണം.
അപ്പം എക്സ് ക്യൂബ് പ്ലസ് അല്ലേ, എക്സ് ക്യൂബ് പ്ലസ് അടുത്ത് എന്ത് വരും, എക്സ് വൈ സ്ക്വയർ എന്നല്ലേ വരാൻ പോണത്, എക്സ് വൈ സ്ക്വയർ. ഓക്കെ, അടുത്ത ടൈമിൽ നിന്ന് എക്സ് ആയിരുന്നു, അപ്പോൾ എക്സ് എന്നുള്ളത് എന്തായി തീരുന്നു, എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, പ്ലസ് എന്തായിരുന്നു, എക്സ് വൈ ഡി വൈ അല്ലേ, അപ്പോൾ അതിനെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ എന്ത് വരും, എക്സ് സ്ക്വയർ വൈ. ഓക്കെ, നമുക്കിനി നോക്കാം ഇത് എക്സാക്റ്റ് ആണോ നമുക്ക് നോക്കാം. അപ്പം ഒരു കാര്യം നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് വേണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് വീണ്ടും എം എന്ന് വിളിക്കണോ അതോ ഒരു എം വൺ എന്ന് വിളിക്കണോ. എം എന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ന്യൂ എം അല്ലൊക്കെ നമുക്ക് നോക്കാം, വേണം ഇത് എക്സാക്റ്റ് ആണോ നോക്കാം. ഞാൻ എം എന്ന് തന്നെ വിളിക്കുന്നു. ഈ പുതിയ എം ഏതാ, എക്സ് ക്യൂബ് പ്ലസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. നമ്മുടെ എൻ എന്ന് വെച്ചാൽ ആര് വരും, എക്സ് സ്ക്വയർ വൈ. ശരിയാണല്ലോ, നമ്മൾ ഡോ എം ബൈ ഡോ വൈ കണ്ടുപിടിക്കുന്നു. എന്തായിരിക്കും ഡോ എം ബൈ ഡോ വൈ, എന്തുവരും, 2xy എടുത്തുള്ളൂ. ഓക്കെ, ഡോ എൻ ബൈ ഡോ എക്സ് അതെന്ത് കിട്ടും, 2xy. നോക്കിയേ, രണ്ടും എന്താണ്, ഈക്വൽ ആണ്. സോ ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് നമുക്ക് കിട്ടി. സോ ഇതെന്തായി തീർന്നു, ഇയാളൊരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എക്സാക്ട് ആണെങ്കിൽ ബാക്കിയുള്ള സ്റ്റെപ്സ് എഴുതാൻ നിങ്ങൾക്ക് അറിയാലോ, ഇനി അത് ഇനി പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ അല്ലേ, നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അറിയത്തില്ലേ, ബാക്കി അറിയത്തില്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യം തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടെ ചെയ്യാൻ. ഇനി അപ്പോൾ ഈ കണക്ക് വളരെ എളുപ്പമല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ, ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി രണ്ടാമത്തെ മെത്തേഡുള്ള ഒരു കണക്കൂടെ ഞാൻ പറയാം. ഓക്കെ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രത്യേകത നിങ്ങൾ കൂടുതൽ എക്സസൈസ് പ്രോബ്ലം ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലെ, കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ കാര്യം, അല്ലാണ്ട് വലിയ സംഭവമൊന്നുമില്ല. നിങ്ങൾ എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 2xy raised to 4 e raised to y dx അല്ല പ്ലസ് കഴിഞ്ഞില്ല, 2xy cube പ്ലസ് y dx പ്ലസ് x square y raised to 4 e raised to y minus x square y square minus 3x dy equal to 0. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ എം എഴുതും. സോ എം ഈക്വൽ ടു എന്ത് വരും, 2xy raised to 4 e raised to y പ്ലസ് 2xy ക്യൂബ് പ്ലസ് y. ഇനി അടുത്ത് നമ്മൾ എന്ത് എഴുതും, എൻ എഴുതും. എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ വൈ റൈസ് ടു 4 ഇ റൈസ് ടു വൈ മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് 3x. നമ്മളപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും, ഡോ എം ബൈ ഡോ വൈ കണ്ടുപിടിക്കും. എന്ത് വരും, ഡോ എം ബൈ ഡോ വൈ, വൈ റൈസ് ടു 4 അല്ലേ, അപ്പോൾ എന്ത് വരും, 4y ക്യൂബ്, അപ്പോൾ 4 2 8, അപ്പം 8x y ക്യൂബ്. ഇവിടെ ഇ റൈസ് ടു വൈ ആയിരിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഏത് റൂള് വേണ്ടി വരും, ഇവിടെ ഏത് റൂൾ വേണ്ടി വരും നമുക്ക്, പ്രോഡക്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഞാൻ പ്രോഡക്റ്റ് റൂൾ അങ്ങ് അപ്ലൈ, 2x എന്തായാലും കോമൺ ആണല്ലോ, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, y റൈസ് ടു 4 ഡെറിവേറ്റീവ് എന്ത് വരും, 4y ക്യൂബ് പ്ലസ് ഇവിടെ എന്ത് വരും, ഡെറിവേറ്റീവ് എടുത്താൽ 2xy ക്യൂബ് 3 2 6 അല്ലേ, 3xy സ്ക്വയർ പ്ലസ് 1. ശരിയാണല്ലോ. സോ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2xy റൈസ് ടു 4 ഇ റൈസ് ടു y പ്ലസ് 4 2 8 8x y ക്യൂബ് ഇ റൈസ് ടു y പ്ലസ് 6x y സ്ക്വയർ പ്ലസ് 1. ഇതായിരിക്കുമല്ലോ ഡോ എം ബൈ ഡോ വൈ കിട്ടുന്നത്. ഇനി അടുത്ത് നമുക്ക് ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പിടിച്ച് നോക്കാം. സിമിലർലി ഡോ എൻ ബൈ ഡോ എക്സ് ഇത് തന്നെയാണ്, ഡോ എൻ ബൈ ഡോ എക്സ്. അപ്പോൾ എന്ത് വരും, വിത്ത് റെസ്പെക്ട് എക്സ് സ്ക്വയർ ആകുമ്പോഴത്തേക്ക് 2x അല്ലേ, 2x y റൈസ് ടു 4 ഇ റൈസ് ടു y മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, അപ്പോൾ എന്ത് വരും, 2x y സ്ക്വയർ മൈനസ് 3xൻ്റെ ഡെറിവേറ്റീവ് 3. ക്ലിയർലി ഇത് രണ്ടും എന്തല്ല, ഈക്വൽ അല്ലല്ലോ. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ അല്ല, ഒറ്റ നോട്ടത്തിൽ തന്നെ ക്ലിയർ ആണല്ലോ, സംശയമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, ഇത് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, വിച്ച് ഈസ് ആൻ നോൺ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ.
അപ്പം നോൺ എക്സാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എക്സാക്റ്റ് ആക്കി മാറ്റണം. അതെ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിൽ നോക്കിയേ, കുറേ ടേംസ് ഇവിടെ ക്യാൻസൽ ആയി പോകാനില്ലേ? ശരിയല്ലേ? എക്സ് വൈ സ്ക്വയറിൻ്റെ ടേം ഇവിടോട്ട് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്കറിയാം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കുറേ ടൈം ഇവിടുന്ന് ഒഴിവാക്കി കിട്ടും. സോ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഒന്നെങ്കിൽ ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് എടുക്കുക, അല്ലെങ്കിൽ തിരിച്ച് രണ്ടും. ഞാൻ ഈ ആദ്യം പറഞ്ഞായിരുന്നു ക്ലിക്ക് ആയിരുന്നു. അതെ, ഇത് ഈ ബ്രാക്കറ്റ് കിടക്കുന്ന രണ്ട് ടേം ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായി. ഒരു മൈനസിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. എല്ലാവർക്കും ഓക്കെയാണ് ആ പറഞ്ഞ കാര്യം? രണ്ടും ഒന്ന് തന്നെയല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് എടുക്കുന്നു. ഒരു കോമൺ പാറ്റേൺ കൊണ്ടുവരാം. ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ്. നോക്കൂ, ഡോ എം ബൈ ഡോ വൈ ഇതാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ടേമും തമ്മിൽ ക്യാൻസൽ ആയി പോകുന്നില്ലേ? കുറച്ച് കഴിഞ്ഞാൽ പോയി. ഇനി അടുത്ത എന്ത് സംഭവിക്കും? അടുത്ത കുറച്ചാൽ എന്ത് മാറ്റം സംഭവിക്കും നോക്കിയിട്ട് പറയും. ഈ 8xy ക്യൂബ് ഇ റൈസ് ടു വൈ അതിന് മാറ്റമൊന്നുമില്ല. 8xy ക്യൂബ് ഇ റൈസ് ടു വൈക്ക് മാറ്റമില്ല. ഇവിടെ എന്ത് സംഭവിക്കും? എക്സ് വൈ സ്ക്വയറിന്റെ ടേം എന്ത് വരും? ഇവിടെ ഒരു 6 ഉണ്ട്, ഇവിടെ ഒരു -2 ഉണ്ട്. കുറച്ചാൽ എന്ത് വരും? എത്ര വരും? പെട്ടെന്ന് പറയാം. എത്ര വരും? 8 വരത്തില്ലേ? ശരിയല്ലേ? 8 വരത്തില്ലേ? ഓക്കെ, ഞാൻ തന്നെ എഴുതാം. ഓക്കെ, 8xy സ്ക്വയർ. ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഒരു 4 എന്നും കിട്ടും. ശരിയാണല്ലോ? അപ്പോൾ ഇതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിനെ നമ്മുടെ എമ്മും എന്നും ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. 8x ഇവിടെ ഞാനൊരു ടേം പുറത്തെടുക്കാം. ഇവിടെ റീഅറേഞ്ച്മെൻറ്റ് നടത്തേണ്ടി വരും. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എം കൊണ്ട് ഹരിക്കണോ എന്നു കൊണ്ട് ഹരിക്കണോ? അതാണല്ലോ നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇതിനെ എം കൊണ്ട് ഹരിക്കണോ എന്നു കൊണ്ട് ഹരിക്കണോ? ഒരേ പാറ്റേൺ വരുന്നത് പിന്നെ എവിടെയാണ്? ആരുമായിട്ടാണ് എന്തെങ്കിലും സിമിലർ പാറ്റേൺ വരുന്നത്? എമ്മുമായിട്ടാണ് എന്നുമായിട്ടാണ്? നിങ്ങൾ നോക്കിയിട്ട് പറ. ഒരു വൈ കൊണ്ട് ഗുണിക്കുന്നു വിചാരിച്ചേ, ഇയാളെ ഒരു വൈ കൊണ്ട് ഗുണിക്കുന്നു വിചാരിച്ചേ, ഈ കാണുന്ന ആളെ ഒരു വൈ കൊണ്ട് ഗുണിക്കുന്നു വിചാരിച്ചേ, നോക്കിയേ, ഏകദേശം അതേ ഫോമിലുള്ള ആൾ തന്നെയല്ലേ ഈ കിടക്കുന്നത്. നോക്കിയേ, 8xy raised to 4 e raised to y. ഇവിടെ എന്താ? 2xy raised to 4 e raised to y. ഇവിടെ എന്ത് വരും? 8xy ക്യൂബ്. ഇവിടെ എന്ത് വരും? 2xy ക്യൂബ്. ഇവിടെ എന്താണ്? y. ഇവിടെ എന്താണ്? 4y. നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നറിയോ? ഇതിനെ നമ്മളൊരു y കൊണ്ട് ഗുണിക്കുന്നു. y കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ന്യൂമറേറ്ററിൽ ഗുണിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എവിടെയും ഗുണിക്കണം, ആ ഡിനോമിനേറ്ററിലും ഗുണിക്കണം. ശരിയാണല്ലോ? ഞാനിവിടുന്ന് 4 അങ്ങ് ഔട്ട്സൈഡ് എടുക്കുവാണേ, 4y. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2xy raised to 4 e raised to y പ്ലസ് 2xy ക്യൂബ് പ്ലസ് 4 ഔട്ട്സൈഡ് എടുത്തുകൊണ്ട് മിച്ചം y. ശരിയല്ലേ? ഓക്കെ അല്ലേ കിടക്കുന്നത്? നിങ്ങൾ നോക്കൂ, 2xy raised to 4 e raised to y പ്ലസ് 2xy ക്യൂബ് പ്ലസ് y. അത് തന്നെയല്ലേ ഈ കിടക്കുന്ന ടേമും? നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പം എന്താ സംഭവിക്കുന്നത്? അപ്പം സംഭവിക്കുന്നത് ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? എം എന്നങ്ങ് വിളിച്ചൂടെ? വേണമെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? എം എന്ന് വിളിക്കാം. 4m/y. ഇനി നിങ്ങൾക്ക് ക്ലിയറായി ഇതിനെ എം കൊണ്ട് ഹരിക്കണോ എന്നു കൊണ്ട് ഹരിക്കണോ എന്നുള്ള കാര്യത്തിൽ തർക്കം മാറിയില്ലേ? നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതിനെ എന്തുകൊണ്ട് ഹരിക്കണം? എം കൊണ്ടല്ലേ ഹരിക്കണം. ഇപ്പം നമ്മൾ ആക്ച്വലി കണ്ടുപിടിച്ചിരുന്ന ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുന്ന ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ് മാത്രമാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മളിതിനെ എം കൊണ്ട് ഹരിക്കണം. അപ്പം ഇത് ഏതാ വേണ്ടത്? രണ്ടാമത്തെ റൂളാണ് നമുക്കിവിടെ വേണ്ടത്. എം കൊണ്ടാണ് ഹരിക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ എം കൊണ്ട് ഹരിക്കുന്നു. 1/(m)
എം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ 1/m കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്ക് ഞാനൊന്ന് മാറ്റി എഴുതാം. 1/m കൊണ്ട് ഹരിക്കുമ്പം നിങ്ങൾ അതേ ഫോർമാറ്റിൽ തന്നെ എഴുതുവാണെങ്കിൽ ∂m/∂y മൈനസ് ∂n/∂x ഒരു -1/m കൊടുക്കേണ്ടത്, ശരിയല്ലേ? അപ്പോഴല്ലേ അത് ഈക്വൽ ആകത്തുള്ളൂ. അപ്പം ഞാൻ -1/m കൊണ്ടാണ് ഞാൻ ഹരിക്കാൻ പോകുന്നത്. ഓക്കെ, എന്നാലല്ലേ ഇക്വേഷൻ മാച്ച് ആകത്തുള്ളൂ. ∂m/∂y ഞാൻ ഈ -1/m ആക്കി എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി എല്ലാവർക്കും? മൈനസ് ചേർത്തിന്റെ റീസൺ പിടികിട്ടിയോ? എല്ലാ കണക്കും ഒരേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അത് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും പുസ്തകത്തിൽ ഇങ്ങനെ അല്ല. ഞാൻ എന്നാലും അത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായി റീസൺ? അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ∂m/∂y മൈനസ് ∂n/∂x എപ്പോഴും കണ്ടുപിടിച്ചാൽ മതി, കൂടുതൽ കൺഫ്യൂഷൻ വരത്തില്ല. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും? -4/y എന്ന് കിട്ടും, വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്ത്? y എലോൺ, ശരിയല്ലേ? അപ്പം y എലോൺ ആണ് നമുക്ക് കിട്ടി. y എലോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ എന്താ? e⁻f(y) dy. സോ e⁻, നമ്മുടെ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ അല്ലെ? ഇന്റഗ്രേറ്റീവ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ e⁻∫ -4/y dy, ശരിയാണല്ലോ? സോ e⁻⁻4 കോമൺ ആണ്. 1/y യുടെ ഇന്റഗ്രൽ log y. ഓക്കെ, ഇതെന്ത് വരും? 1/y⁴ എന്ന് കിട്ടും. സോ നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചു 1/y⁴ എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയ m(dx + n(dy) = 0 നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 1/y⁴ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് ഇക്വേഷനായി മാറും? ഇയാള് ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി തീരും. എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് അറിയാം. സൊല്യൂഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബാക്കി സ്റ്റെപ്സ്, ഇന്റഗ്രൽ m(dx + ഇന്റഗ്രൽ ടേംസ് ഇൻഡിപെൻഡന്റ് ഓഫ് x in m അല്ലേ, അതിന്റെ സം = c. ഇതാണ് പരിപാടി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അപ്പോൾ മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഇനി ഞാൻ ഇതിന്റെ എക്സസൈസ് ചെയ്തിരിക്കുന്ന സോൾവ് ചെയ്തിരിക്കുന്ന പ്രോബ്ലം, അതിന്റെ എക്സസൈസ് പ്രോബ്ലം ചെന്നാൽ പോരെ? സോൾവ് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് ഒരു 3 ഉണ്ട്, അതുകൂടെ തന്നാൽ പോരെ? എന്ത് വേണം? നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായോ? എന്തെങ്കിലും ഒന്ന് പറയൂ. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായോ? മനസ്സിലായി സർ.